ഏറ്റവും തളർന്ന, ഇപ്പം അപ്പുറത്ത് നിൽക്കുന്നത് ഇത്തിരി ബലഹീനമായ പാർട്ടിയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും. പക്ഷേ അപ്പനും അമ്മയാണ് ഇപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരാ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഉടമ്പടി ഇങ്ങനെ, ഉടമ്പടി രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല. നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിൽ നിൻ്റെ ഉടമ്പടിയുടെ ഒരറ്റം ഉണ്ടാകും. അപ്പോൾ പിന്നെ നീ എന്താണ്, വിട്ടുപോയ ഉടമ്പടി നീ എടുത്താൽ പോരെ? നീ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം, അത്രേ. ജീവിതം തീർന്നുവെന്ന് സോഫയും ഹസ്ബൻഡും വിചാരിക്കുന്നു. അവർക്കുള്ളത് എന്താണ്? ഉടമ്പടിയുടെ ഒരു ബലമാണ്. പക്ഷെ നാട്ടിൽ വന്ന് ഇങ്ങനെ തലയൊട്ടി പൊളിച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വേരുള്ളതാണ്, മേജർ ഓപ്പറേഷനാണ്, കുടുംബം വെളുത്തു പോകുന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യണത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് വെറും ഒരു വെള്ളം മാത്രമാണെന്നും കൊഴുപ്പ് കെട്ടിയിരിക്കണമെന്നും സിമ്പിളായിട്ട് ആ വിഷയം കൈകാര്യം. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാർമേഘം പോലെ വരണത്. അപ്പോൾ കാർമേഘം വരുമ്പോഴേ ഇങ്ങനെ ഇപ്പം തന്നെ മഴ പെയ്ത് നമ്മുടെ വീട് മുങ്ങിപ്പോയി ഒഴുകിപ്പോകുന്നും പ്രളയമായി ഒഴുകിപ്പോകുന്നൊന്നും ധരിക്കരുത്. കാര്യം നമ്മൾക്കൊരു ഉറപ്പെന്താണ്? നമ്മുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ എൻ്റെ മക്കളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം ദൈവമായിട്ട് ഒരു റിലേഷൻ വെക്കരുത്. ഇപ്പോൾ ചിലരങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ ഉടമ്പടിയിലൊക്കെ ജീവിച്ച് അതിൻ്റെ ആനുകൂല്യമൊക്കെ കൈപ്പറ്റി സാക്ഷിയൊക്കെ പറഞ്ഞിങ്ങനെ പോകും. പിന്നെ എന്തു ചെയ്യും? പിന്നെ പഴയ ലോകത്താനായിട്ട് തന്നെ പിന്നെ അവർ ജീവിക്കും. അതാണ് പ്രോബ്ലം. അത് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ പൗശന്യവും വഴക്കും തമ്മിലടിയും അസ്വസ്ഥതയും കള്ളത്തരവും തോന്നിവാസവും മത്സരവും വാശിയും വെള്ളവടിയും എല്ലാം തിരിച്ചു വരുമെന്നും നിങ്ങളിപ്പോൾ അത്യാവശ്യം നിക്കക്കളിയില്ലാത്തതുകൊണ്ട് പട്ടങ്ങി പറയണമെന്നും നിങ്ങൾ പഴയ പിഴച്ച ആൾക്കാരായിട്ട് തന്നെ തിരിച്ചു പോകുമെന്നും ദൈവത്തിനെങ്ങാനും ഒരു അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ അത് പണിയായി വരും, ഉടമ്പടി താമസിക്കാം. അപ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഇതാണ്: കർത്താവേ, ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധി ഏത് സാഹചര്യത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവസ്നേഹവും അങ്ങയുമായിട്ടുള്ള ബന്ധവും ഒന്ന് ഏറ്റു പറഞ്ഞ്, ദൈവമേ, ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധിയും സാക്ഷ്യജീവിതവും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എക്കാലവും നിലനിർത്താം. എന്നെ സഹായിക്കണമേ. ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേകുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയോ, നീ വന്നു സൗഖ്യമേയോ, നീ വന്നു ജീവനേയോ, ഞങ്ങളിൽ വാസമാകൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഇയാളുടെ അസുഖം ഇപ്പോൾ മേജർ ഓപ്പറേഷനൊന്നുമില്ല. അവരങ്ങനെ ആശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെസ്റ്റിൻ്റെ ടൈമല്ലേ. അപ്പോൾ സോഫ ജോലിക്ക് പോയെങ്കിലും ബെഹറിലായിട്ടാണ് പോയത്. ബെഹറിൽ ജോലി കിട്ടിയത് ഒരു പാകിസ്ഥാനിൻ്റെ കടയിലാണ് കിട്ടിയത്. അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൻ്റെ കടയിലാണ് ജോലി കിട്ടിയത് ബെഹറിൽ പോയെങ്കിലും. അതുകൊണ്ട് പക്ഷേ ജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്താ, ഉടമ്പടിയിൽ വെച്ചിരുന്നത് അവളുടെ ജോലിയാണ് വെച്ചിരുന്നത് ഒരു കാര്യം. പിന്നെ എന്ത് ചെയ്ത്, ബെഹ്റിൻ മിനിസ്ട്രിയിൽ അവൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. നിങ്ങൾക്കറിയാവോ? അതായത് അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ല. അവിടെ തന്നെ അത് ഫസ്റ്റ് ടൈമാണ്. അവരെക്കാൾ കവന്മാരായിട്ട് ആൾക്കാരവിടെ മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ സ്വാധീനമുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അതിലെ മെറിറ്റ് ഉള്ളവരുണ്ട്. ഞാൻ എന്താ ഈ പറയണത്? ശോഭയ്ക്ക് മെറിറ്റില്ലെന്നാണ് പറയണത്. അതാണ് പറയണത്, യോഗ്യതയില്ല. ഉടമ്പടി എങ്ങനെ നോട്ട് ബൈ മെറിറ്റുകാരെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യണമെന്ന് അറിയണം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്താ, മിനിസ്ട്രിയിൽ ഈ പാകിസ്ഥാനിലെ കടയിലെ എടുത്തുകൊടുപ്പുകാരത്തെ നിന്ന കക്ഷിയെ പെട്ടെന്നാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മിനിസ്ട്രിയിൽ ജോലി കിട്ടണത്.
അതാണ് എൻ്റെ വിഷമം. അതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് ഏറ്റവും പറയാനുള്ള സാക്ഷ്യം ഇത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഗ്രൗണ്ട് സീറോയിലായിട്ട് ഇങ്ങനെ ആൾ റെഡ്യൂസ് ചെയ്ത് പോവുകയും ഉടമ്പടി ഇവരെ പൊക്കിയെടുത്ത് ഭർത്താവിനെ സുഖപ്പെടുത്തി ഇവരെ പാകിസ്ഥാൻ്റെ കടയിൽ നിന്ന് അത് അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആ ജോലിയിൽ നിന്ന് ഇവൾ ലിഫ്റ്റ് ചെയ്ത് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോയി ഹൈ സാലറി പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇത് വളരെ അസ്റ്റോണിഷിംഗ് ആണ്, ഇത് ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ബൈബിള് ഇത് സിമ്പിളായിട്ടാണ് ചെയ്യണത്. എന്താ സാധനത്തിൽ ഇത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള വാഗ്ദാനമാണ്. 111-ാമത്തെ സങ്കീർത്തനത്തിൽ ഇതിൻ്റെ വാഗ്ദാനമുണ്ട്. അവിടെ 111:4 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 111:4 ശ്രദ്ധിക്കട്ടെ. 111-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കാര്യങ്ങൾ പോകണ്ടല്ലോ. ഒന്ന് പറഞ്ഞ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. ജീവിതമാർഗം എന്നതിൻ്റെ അർത്ഥം ആഹാരത്തിൻ്റെ കപ്പ പുഴുക്കി കൊണ്ടുവന്ന് കൈ തരുന്ന കാര്യമല്ല ഈ പറയണത്. ജീവിതമാർഗം നൽകുന്നു. എന്താണ്? തൻ്റെ ഭക്തർക്ക് പറഞ്ഞേ, തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. എന്ത് ബേസിലാണ് ഈ ജീവിതമാർഗം? ജോലിയല്ലേ? ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയല്ലേ? വിദ്യാഭ്യാസം തന്നെയാണല്ലോ, ആഹാരമാണല്ലോ. ആഹാരവും വീടും വസ്ത്രവും അടിസ്ഥാന സൗകര്യത്തിലാണല്ലോ നമ്മൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കും പോണത്. അപ്പം തൻ്റെ ഭക്തർക്ക് സങ്കീർത്തനം 111:4 അത് വാഗ്ദാനമാണത്. എന്താണ്? തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. എന്ത് ബേസിലാണ് ജീവിതമാർഗം നൽകണത്? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ ഉടമ്പടിയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ആരാധന. ഹല്ലേലൂയ. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്റെ ആഹാരം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്റെ ആഹാരം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ സങ്കീർത്തനം 111:4 ഇതിന്റെ ബേസിക് വേർഡ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ജു ആൻ്റണി എറണാകുളത്തേക്ക് എഞ്ചിനീയർ, 6 വർഷം ഗ്യാപ്പുള്ള എഞ്ചിനീയർ, അവരെക്കാൾ ശക്തരായ ആൾക്കാരുമായിട്ടാണ് അവർക്ക് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 0. ആ ഹീറോ സ്കോറിൽ നിന്ന് അവർ നിലയും വിളിച്ച് ബാത്റൂമിൽ പോയി ഉച്ചത്ത് നിലവിളിച്ചിട്ട് സങ്കടത്തോടെ പ്രൊഫഷനോട് ബൈ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലോട്ട് പോവുകയാണ്. അവർ തിരിച്ചു വിളിച്ചത് ആരാണ്? ഈ സങ്കീർത്തനം 114. എന്താണ്? അവൾ ഉടമ്പടിയോട് വിശ്വസ്തയായിരുന്നു. നമ്മൾ ചുമ്മാ അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആഹാരം എല്ലാവരും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആകാശത്തിലെ പക്ഷികളെ നോക്കി അവർ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. പക്ഷെ അതൊന്നും ഉടമ്പടി പ്രകാരമല്ല. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് മെരിറ്റ് പോകുന്ന സമയത്ത് ആഹാരം കിട്ടുന്നത്, ജോലി കിട്ടുന്നത് ഇറ്റ് ഈസ് മെരിറ്റ് പോയാൽ പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അതാണ് 111:4 പറയണത്. അവിടെ ഏറ്റു പറഞ്ഞ അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. എന്താണ് അടുത്ത വചനം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. നിങ്ങൾ മനസ്സിലായില്ലേ? ആഹാരം നൽകുന്നത് ഈ മെരിറ്റ്. ശോഭയ്ക്ക് ജോലി കിട്ടിയതും പാകിസ്ഥാൻ്റെ സാധാരണ കച്ചവട പിടികയെന്ന് ബെഹറിൻ്റെ മിനിസ്ട്രിയിലേക്ക് ശോഭയെ ഉയർത്തിയത് എന്താണ്? അവിടുന്ന് തൻ്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അതായത് ദൈവം നീ ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയാണ്.
ആ അനുസ്മരണം അതേ സമയത്തുള്ള അതേ ഒരു വൈബിൽ നീയും ദൈവത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടി അനുദിനം അനുസ്മരിക്കുവാനും അതനുസരിച്ച് അങ്ങയുടെ ഭക്തനായി ഭക്തയായി ഉടമ്പടിയിൽ വളരുവാനും എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്റെ ആഹാരം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്റെ ആഹാരം വരുന്നുണ്ട്. എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിത മാർഗവും ഉടമ്പടിയും ഭക്തിയും തമ്മിൽ വളരെ ഇൻ്റർകണക്റ്റഡാണ്, വളരെ കണക്റ്റഡാണ്. ഭക്തി അതെന്താ പറയണത്? അവിടുന്ന് അത് 111:4 എന്താ പറയണത്? അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു, ജീവിതമാർഗം നൽകുന്നു. എന്താണ് കാരണം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അപ്പൊ ഭക്തർക്കാണ് നൽകുന്നത്. ഭക്തി ഒരു പ്രശ്നമാണ് നിന്റെ അകത്തെ. ഉടമ്പടിയും ഭക്തിയും. ഇപ്പം നിനക്ക് ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, വസ്തു വിൽക്കണം, രോഗം മാറണം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്ന ഭക്തിയിലാണ്. ഈ ഇങ്ങനെ എല്ലാ മാർഗങ്ങളും ഉടമ്പടിയുടെ ഭക്തിയുണ്ട്. ഭക്തി എന്ന് പറയണം നീ ഇവിടെ വന്ന് വിറച്ചതുള്ളി കമന്നടിച്ച് കിടക്കണ അല്ല ഭക്തി. ഉടമ്പടിയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഭക്തി എന്ന് പറയണത് എന്താണെന്ന്. ഇല്ലേ? പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഒരു ഭക്തി പ്രത്യയം ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇത്ത എന്ന ഭക്തി ഫായും ഫാ പ്ലസ് ത വെച്ചാൽ ഇത്ത എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഒട്ടുക എന്ന അർത്ഥം, ഒട്ടണം എന്നതിൻ്റെ അർത്ഥം. രക്തമില്ലേ, രക്തത്തിനൊരു ഇത്ത ഉണ്ടല്ലോ, ഒട്ടണം എന്നതിൻ്റെ അർത്ഥം വെച്ചാൽ രജോ ഗുണത്തോട്, രജോ ക്ഷത്രിയ ശക്തി. അപ്പോൾ ക്ഷത്രിയ ഗുണത്തോട് ഒട്ടണതിനാണ് രക്തമെന്ന് പറയണത്. അതായത് രജോ ഗുണം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്, നമുക്കറിയാം. തമോ ഗുണമുണ്ട്, ഇരുട്ടിൻ്റെ ശക്തി, ദുഷ്ടന്മാരുടേത്, ക്രിമിനൽസിൻ്റെത് തമോ ഗുണം. രജോ ഗുണം ധൈര്യശാലികളുടേത്, അവരല്ലേ സാഹസപ്പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ രജോ ഗുണം. പിന്നെ ഉള്ളത് സദ്ഗുണമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ കുറേ അധികം തരംതിരിവുണ്ട്. ഈ രജോ ഗുണത്തോട് ധൈര്യത്തോട് ഒട്ടു നിൽക്കുന്ന സാധനം ഒട്ടിപ്പിക്കുന്നതിന് രക്തം എന്ന് പറയും. രജോ ഗുണത്തോട് ഒട്ടുന്നതിന് രക്തം. ഇനി എന്ത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിടെ ഒരു യുക്തായുണ്ട്. ഭഗവാനോട് ഒട്ടണതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം ഭഗവാനോട് ദൈവത്തോട് മനുഷ്യൻ ഒട്ടുന്നതിന് വേണ്ടിയാണ്. ഒട്ടുന്ന എന്ത് വ്യാപാരമായാലും അത് ഭക്തിയാണ്. ശക്തമായി പലതരം പശയില്ലേ, കഞ്ഞിയുടെ പശുണ്ട്, മൈദാ പശുണ്ട്, ഇതെല്ലാം. കഴിഞ്ഞ ദിവസം ഞാനൊരു മുത്തൊട്ടിച്ചപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൈയും തമ്മിൽ ഒട്ടിപ്പോയി. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ ഒട്ടിപ്പോയി, ഭയങ്കര അഡിഹേഴ്സുമായിപ്പോയി. എല്ലാവരും നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നെ പുറത്തോട്ട് വരുന്നില്ല. അത്രയും ഭയങ്കര പശയായിപ്പോയി. അപ്പോൾ പലതരത്തിലുള്ള പശുണ്ട്. അപ്പോൾ ഈ ഭക്തിയിലും നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന ഭക്തിയുണ്ട്. അതിലും തന്നെ പശക്ക് പലതരം പശുണ്ട്. ചുമ്മാ നാക്കുകൊണ്ട് ഭക്തിഗാനം പാടിയാലും ഭഗവാനോട് ഒട്ടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു പോകും. ഇതാണ് പ്രശ്നം. ഇത് പ്രശ്നമാണ്. നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ഭക്തി ഗാനങ്ങൾ തന്നെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭക്തിഗാനമാണെങ്കിൽ
ഭക്തിയിൽ അഭിഷേകമുള്ള ഗാനം അത് പാടി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടൊരു അടുപ്പം തോന്നും, ഭഗവാനോട് നമ്മൾ ഒട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും. കാര്യം ഭക്തിഗാനത്തിനൊക്കെ ഒട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടത്തില്ല ഈ സാധനം. പശയുടെ ക്വാളിറ്റി പോലെ ഇരിക്കുന്ന സംഭവം. പക്ഷെ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് വേറെ ഒരു സംഭവമാണ്. നാക്കിൻ്റെ ചൊല്ലലല്ല, എന്താ ഉപയോഗിക്കണത്? ചെയ്യലാണ്. അത് പണ്ടാരപ്പശയാണ്. അതാണ് സാധനം. അതായത് നീ മനഃപൂർവ്വം ദൈവത്തോടുള്ള സ്നേഹത്താൽ ഇപ്പം നമ്മൾ രോഗികളെ കാണുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, കടുത്ത കാര്യങ്ങളെ ഇപ്പം നിങ്ങളെ പല ആൾക്കാരും ഉപയോഗിക്കുന്നത് ചെറിയ തരം കള്ളപ്പശയാണ് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ പത്രം കൊണ്ടേ കൊടുക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക. രോഗികളൊന്നും ആരും കാണത്തില്ലല്ലോ. അതിന് കുറച്ചുകൂടി കൂടിയ ദൈവസ്നേഹം വേണം. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത രോഗികളാണ്. പരിചയമുള്ള രോഗികളല്ല, പരിചയമില്ലാത്ത രോഗികളെ പോയി കാണുകയും അവരെ കാണാൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ കൂടിയ പശ വേണം, കൂടിയ ഭക്തി വേണം. അതിന് സാധാരണ ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ പലരോടും അതായത് കൂടിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ എപ്പോഴും അതേസമയം തന്നെ വലിയ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളൊന്നും പറയത്തില്ല, പക്ഷേ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ പശയുടെ ബ്രാൻഡ് മാറ്റേണ്ടി വരും, ക്വാളിറ്റി മാറ്റേണ്ടി വരും. മനസ്സിലായില്ലേ? ഉടമ്പടി പുതുക്കിയിട്ട് പണ്ട് ചെയ്തതിനേക്കാൾ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡ് കള്ളന്മാരാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ അവിടെ സംസാരിച്ച തിരട്ട് ഗ്രാമമെന്ന് പ്രഭുവച്ചൻ പറഞ്ഞു. കള്ളന്മാർ മാത്രം താമസിക്കുന്ന ഗ്രാമം തമിഴ്നാട്ടിലുണ്ടെന്ന്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഉടമ്പടി എടുത്തതിൽ 50% കള്ളന്മാരുണ്ടാകും. അതുവെച്ചാൽ ഇവർ പുതുക്കൽ വരുമ്പോൾ ഇവർ ഉഴപ്പും. പഴയതുപോലെ പവർ കാണിക്കത്തില്ല. ആ പത്രം കൊടുക്കുമ്പോൾ ഇനിത് കൊടുക്കുക, ഇത് കൊടുത്ത് അവസാനിപ്പിക്കുക, എപ്പോഴും കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുമ്പത്തേക്ക് ഉഴപ്പും. ചില ആൾക്കാർ കുറച്ചുകൂടി തീഷ്ണമതികളായി മാറും. കാര്യം ഇത് വർക്ക് ചെയ്യണത് ഭക്തിയിലാണ് വർക്ക് ചെയ്യണത്. ഭക്തി, നമ്മുടെ ഭക്തി ഒരു പാട്ട് പാടിയാൽ ഒട്ടണ ഭക്തി അല്ല ഇത്. ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. അപ്പം ചെയ്യുമ്പോൾ ഏറ്റവും ക്ലേശകരമായി ചെയ്യണം. കാര്യം എന്തുമാത്രം സ്നേഹം കൂടുന്നുവോ ദൈവത്തോട്, അത്രയും ക്ലേശകരമായ ഭാരം നമ്മൾ ഏറ്റെടുക്കും. മനസ്സിലായേ? അതാണ് സംഭവം. എന്തുമാത്രം ഇത് ദൈവസ്നേഹമാണ്, ബേസിക്കായിട്ട് ദൈവസ്നേഹമാണ്. എന്തുമാത്രം ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നുവോ അത്രയും നമ്മൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അമ്മയും അത് തന്നെയല്ലേ പറയണത്. അമ്മ എന്താ പറയണത്? 1:50 വായിച്ചമോളെ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അതായത് ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ലൂക്ക 1:50 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണതും ഭക്തിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താ പറ്റും? തലമുറകൾക്ക് ബ്ലെസ്സിങ് കിട്ടും. പക്ഷേ നിൻ്റെ ഇപ്പം അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലേ? ഇവിടെ വരുമ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ, അമ്മമാർ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയാണല്ലോ, വേറെ തലമുറയല്ലേ. പേരക്കിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമ്മമാരും വരുന്നുണ്ട്. ഞങ്ങളിവിടെ ഉടമ്പടി ആവതില്ലെങ്കിൽ എടുപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ. കാര്യം അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ 75 വയസ്സ് കോഴിക്കോടുനിന്നൊരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള അമ്മാമ്മ വന്നു. എന്നാ പവറാ! അവരോട് പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ 17 വയസ്സുകാരെ പോലെ അവർ സംഭവം ചെയ്യും. അത്രയും പവർ. 70 വയസ്സുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ നോക്കണ വയസ്സല്ല, ഇവർക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെന്നാണ് ഞങ്ങൾ നോക്കണത്. വയസ്സൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിരിപ്പ്, ഞങ്ങളുടെ അസസ്മെൻറ്റിൽ എന്താ ചെയ്യണം. അതുകൊണ്ടല്ലേ ചില വയസ്സന്മാരെ കാണുന്നില്ലേ ഉടമ്പെടുക്കണത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ആംബിയറുണ്ട്. മറ്റുള്ളവർ ചുമ്മാ മരുമകളെ വീട്ടിൽ ഇരുന്ന് അതെന്ത് ചെയ്യരുത്, നീ ഇവിടെ പേടി, ഇന്നലെ ഇവിടെ പേടി, ഇന്നലെ മെനേന്ന് ഇവിടെ പോയതൊക്കെ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പോയി കൃപാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞു വിടും. അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിവിടെ വന്നാലേ എന്നാൽ പിന്നെ ഉടമ്പടി കൊണ്ട് എടുത്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ ചെയ്യത്തില്ല, ചുമ്മാ അഭ്യാസത്തിന് വന്നാണെന്നറിയാം, എടുപ്പിക്കത്തില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈശോ അമ്മ എന്താ പറഞ്ഞത്? ലൂക്ക 1:50 എന്താ പറഞ്ഞത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും
പ്രദർശിപ്പിക്കും. അപ്പോൾ 2-3 പ്രശ്നമാണ് അവൻ്റെ അടുത്ത്. അതെല്ലാം ഉടമ്പടിയാണ്. കാര്യം അവിടെ കാരുണ്യം മന്ത്രമുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണല്ലോ കാരുണ്യം, മെറിറ്റിലല്ല. അപ്പം തലമുറകളോട് കാരുണ്യം കാണിക്കും. നിൻ്റെ മക്കളോടും പേരക്കിടാങ്ങളോടും ദൈവം കാരുണ്യം കാണിക്കും. ആരുടെ? ഭക്തരുടെ മേലാണ്. ആ ഭക്തി കാണിക്കുന്ന വ്യക്തി ഭക്തി സത്യസന്ധമായിട്ടാണ് കാണിക്കണതെങ്കിലേ, സത്യസന്ധമായിട്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചാൽ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കൂടിയാൽ നമ്മൾ രക്തസാക്ഷി വരെ ആയിപ്പോവും. ഞാനൊക്കെ എപ്പോഴും കൊതിക്കണ ഒരു സംഭവമാണ്. എനിക്കിങ്ങനെ പനി പിടിച്ച് മരിക്കുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്ത പോലെയുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിനുള്ളത്. അങ്ങനെ ഒരു സുവിശേഷകരൊക്കെ എന്നെ പനി പിടിച്ച് മരിക്കണേ. സുവിശേഷകൻ സുവിശേഷം പ്രസംഗിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റാണ് ദൈവത്തിന് സാക്ഷിയായി അവൻ അത്രയും നാൾ ചെയ്ത കാര്യം സത്യസന്ധമാണെന്ന് ലോകത്തോടും ദൈവത്തോടും പറഞ്ഞുകൊണ്ടാണ് അവൻ ദൈവത്തെങ്കിലേക്ക് പോണത്. അതാണ് അപ്പോൾ അത്രയും വരെ എത്തിപ്പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ട് എത്താൻ മനുഷ്യൻ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഭക്തിയുടെ പിന്നിൽ എപ്പോഴും നമുക്ക് ഒരു ആത്മാർത്ഥമായ സമർപ്പണം ഉണ്ടാകണം. അല്ലാതെ എന്തെങ്കിലും ഈ ലൊട്ടിലൊടുക്ക് പരിപാടി ചെയ്ത് ഉടമ്പടി ഒപ്പിക്കാമെന്ന് ആരും ധരിക്കരുത്. കാര്യം ഇത് അസസ് ചെയ്യണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ദൈവത്തോട് നിങ്ങൾ കാണിക്കേണ്ട സ്നേഹമാണ്. അതുകൊണ്ട് സങ്കീർത്തനം എന്താ പറയണത്? അവിടുന്ന് സ്നേഹത്താൽ ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 91:44 ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാടിടാം. ഒരുമിച്ച് എഴുന്നേൽക്കാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാടിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാടിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കേട്ട വചനങ്ങളെ നിങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അങ്ങ് വർഷിക്കുന്ന കാരുണ്യത്തിന്, ഉടമ്പടിയിലൂടെ ഞങ്ങളെ സന്ധിക്കുന്ന കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നല്ല ഇടയനെ സ്തുതിച്ചിടുവിൻ, നല്ല ഇടയനെ സ്തുതിച്ചിടുവിൻ, നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാടിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാടിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം പാടിടാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇരിക്കുക. സങ്കീർത്തനം 91:14 അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതായത് ഈ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? ആദ്യം കണ്ട വചനത്തിലുണ്ടായിരുന്നത് ഭക്തിയാണ്. 111:4 നമ്മൾ കണ്ടത് എന്താണ്? തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പോൾ ഭക്തർക്ക് ജീവിതമാർഗം നൽകുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത്, അടിസ്ഥാനം എന്താണ്? ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കണം. പിടികിട്ടിയാ? ദൈവം നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണം. ദൈവം അനുസ്മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക്
ആ ഭക്തി എന്ന് പറഞ്ഞ ഒട്ടലില്ലേ, അതെന്തുകൊണ്ടാണ് ഒട്ടണത്? ദൈവസ്നേഹത്താലാണ് ഒട്ടണത്. 91 സങ്കീർത്തനം അതല്ലേ പറയണത്, 91:14 അല്ലേ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം. അപ്പോഴേ ഒട്ടി നിൽക്കുമ്പോഴേ രക്ഷിക്കുക മാത്രമല്ല, ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കും. അവിടുന്ന് സ്നേഹത്തിൽ നമ്മൾ ദൈവത്തോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ ഉടമ്പടി അനുസ്മരിക്കും. ഉടമ്പടി അനുസ്മരിച്ചാൽ മതി. കാര്യം ദൈവം നമ്മളൊന്ന് ഓർത്താൽ മതി. നമുക്ക് ഈ അനുഗ്രഹം വരുന്നതിൻ്റെ സോഴ്സ്, ഇപ്പോൾ ആൻ്റണി പാടിയില്ലേ, വരുന്നുണ്ട് നിൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്, ആഹാരം വരുന്നുണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? ദൈവം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി, വിശ്വാസം, സ്നേഹം എല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒറ്റ ആപ്പിലാണ്, സിംഗിൾ മെമ്മറിയാണ്. അത് കുർബാന പോലും മെമ്മറി ആക്കി കളഞ്ഞതിൻ്റെ കാരണം അതാണ്. നിൻ്റെ സ്നേഹം ദൈവം അനുഭവിക്കുന്നത് നീ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്നേഹം നീ അനുഭവിക്കുന്നതും നീ ദൈവത്തെക്കുറിച്ച് ഭക്തിയോടെ ഓർക്കുമ്പോഴാണ്. ഓർമ്മയാണ് ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം. വെൻ വി ലോസ്റ്റ് യുവർ മെമ്മറി, യു ലോസ്റ്റ് യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ ഗോഡ്. അതാണ് സത്യം. എന്നെങ്കിലും നീ ദൈവത്തിനെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് നഷ്ടമായാൽ അവിടെ വെച്ച് നീ ഭക്തനല്ലാതായി മാറും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ച് സ്നേഹത്തോടെ ഓർക്കുവാൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. മക്കളെ, ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഓർമ്മയാണ്. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന, ദൈവത്തെക്കുറിച്ച് നമ്മുടെ ജീവിത അവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുക കഴിഞ്ഞാൽ നീ കറക്റ്റ് ദൈവപൈതലാകും. കാര്യം ഇതൊരു ഓർമ്മയിലാണ് നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻസ് വർക്കൗട്ട് ചെയ്യണത്, ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഇത് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് ചുമ്മാ ഇങ്ങനെ അപ്പം മുറിച്ച് ഓർക്കാൻ പറ്റത്തില്ല. അപ്പം മുറിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സെന്റ് പോൾ റെഫറൻസ്, ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നു, അവൻ്റെ തിരുമരണത്തെക്കുറിച്ച് ഓർക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊറിന്തോസ് 11:26 നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവസ്ഥ. അതായത് ഇത് നിങ്ങൾ അവൻ്റെ അപ്പം അവൻ്റെ നാമത്തിൽ മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? കർത്താവിൻ്റെ മരണമാണ് ഓർക്കുന്നത്. എന്നുവരെ ഓർക്കും? അവൻ്റെ പ്രത്യാഗമനം വരെ ഓർക്കും അവിടെ. അതുകൊണ്ടാണ് മാസിനേക്കാൾ, കുർബാനയേക്കാൾ വലിയതൊന്നും ദൈവത്തിന് സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്ന് വിശുദ്ധന്മാർ പറയണത് അതാണ്. കുർബാന സ്ഥാപിക്കുന്നതിനേക്കാൾ വലുത്. കാര്യം അത് ഓർമ്മയുടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള, ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ദൈവത്തെ നമുക്ക് ഓർക്കാനും നമുക്ക് ദൈവത്തെ ഓർക്കാനും, ദൈവസ്നേഹത്തിലും ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിൽ നിറയാനും നമുക്ക് ദൈവത്തോടെ സ്നേഹത്തിൽ നിറയാനും. അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടുന്ന് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ഭക്തനെ അനുസ്മരിക്കാൻ കാരണം എന്താണ്? 91:14 വായിച്ചതിൻ്റെ 91 നമ്മൾ ആദ്യം അതായത് അവിടുന്ന് തൻ്റെ സ്നേഹത്താൽ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ അനുസ്മരണം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആധ്യാത്മികതയുടെ ആൽഫയും ഒമേഗയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ
ഇതൊരു ഓർമ്മയാണ്. കാര്യം ദൈവം നമ്മളെ ഓർക്കുന്നു. ഉടമ്പടിയെ പോലെ ദൈവത്തെ നമ്മളെ കൊണ്ട് ദൈവത്തിന് നമ്മളെ ഓർക്കാൻ പറ്റിയ ഒരു സംവിധാനമില്ല.